ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ പാർട്ട് കാണുക. എന്നാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഈ രണ്ട് ചാപ്റ്ററും ഈ ജോഗ്രഫിയിലെ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളാണ്. അപ്പോൾ തന്നെ നമ്മളത് ഓർഡർ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചാണ്. കാലാവസ്ഥാ വ്യതിയാനം. ഓരോ കാലാവസ്ഥാ മേഖലയിലും തനതായ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ജനജീവിത രീതികളും നിലവിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും ഓരോ കാലാവസ്ഥാ മേഖലകളിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് വേറൊന്നുമല്ല, ഓരോ കാലാവസ്ഥാ മേഖലയിലും തനതായ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ജനജീവിത രീതികളും നിലവിലുണ്ട് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിന് കാരണം എന്താണ്? അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും ഓരോ കാലാവസ്ഥാ മേഖലകളിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലമുണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് UN കാലാവസ്ഥാ വ്യതിയാനത്തെ നിർവചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന അഥവാ UN എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലമുണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇത് ആരുടെ വാക്കുകളാ? ഇത് നമ്മുടെ UN വാക്കുകളാണ്. ഇനി കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലയളവ് ഏതാനും വർഷങ്ങൾ മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെയാകാം. അപ്പോൾ ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലയളവിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇത് കുറച്ച് വർഷം കൊണ്ടുള്ള ഒരു മാറ്റമായിരിക്കും, അതല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ മാറ്റത്തിൻ്റെ അളവ് നിലനിൽക്കും. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകളെ സാരമായി ബാധിക്കുന്നു. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ത് ചെയ്യുന്നു? നമ്മുടെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. രണ്ട് ചിത്രങ്ങളിലും എന്താണ്? ഇതൊരു സമ്മേളനം നടക്കുന്ന ചിത്രമാണ്. ഇവിടെയും എന്താണ്? ഒരു സമ്മേളനം നടക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിനടിയിലാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതെന്താണ്? ഒരു മലയുടെ ചുവട്ടിലാണ്, അതായത് നമ്മുടെ ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ചിത്രം കണ്ടല്ലോ. ഇനി എന്താ നമ്മൾ പറയുന്നത്? വേറിട്ട രീതിയിൽ നടന്ന രണ്ട് മന്ത്രിസഭാ യോഗങ്ങളുടെ ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പം നമ്മൾ കണ്ടത് വേറൊന്നുമല്ല, വേറിട്ടുള്ള രീതിയിൽ നടന്ന രണ്ട് മന്ത്രിസഭാ യോഗങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ലോകത്തിലെ ഏറ്റവും കൊടുമുടി ഉൾപ്പെട്ട പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ തങ്ങളുടെ മന്ത്രിസഭാ യോഗം
എവറസ്റ്റ് കൊടുമുടിയുടെ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ വച്ച് ചേർന്ന ചിത്രമാണ് ഒന്നാമത്തേത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തേത് നേപ്പാൾ എവിടെയാണ്? നേപ്പാളിലാണ് നമ്മുടെ എവറസ്റ്റ് പർവ്വതമുള്ളത്. ഈ നേപ്പാളിൽ എന്താണ് എവറസ്റ്റ് പർവ്വതത്തിൻ്റെ ചുവട്ടിൽ വച്ച് അവരെന്ത് ചെയ്തിരിക്കുന്നു? ഒരു സമ്മേളനം കൂടിയിരിക്കുന്നു. ആ ചിത്രമാണ് നമ്മളിവിടെ ചിത്രത്തിൽ കണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നേപ്പാളിൻ്റെ എവറസ്റ്റ് കൊടുമുടിയുടെ ആ ഒരു ചുവട്ടിൽ നടന്നൊരു ചിത്രമാണ് ഈ കണ്ടത്. ഇനി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ദ്വീപ് രാഷ്ട്രമാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ മാലിദ്വീപ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മാത്രമേ ഉയരമുള്ളൂ? ശരാശരി 1.5 മീറ്റർ മാത്രമേ ഉയരമുള്ളൂ. അങ്ങനെയുള്ള മാലിദ്വീപ് തങ്ങളുടെ മന്ത്രിസഭാ യോഗം ചേർന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? കടലിനടിയിൽ ചേർന്നതായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ചിത്രം കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? മാലിദ്വീപ് കടലിനടിയിലെ മന്ത്രിസഭാ യോഗം നടത്തിയ ചിത്രമാണ് നമ്മൾ കണ്ടത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിരുന്നു വേറിട്ട രീതിയിൽ ഈ മന്ത്രിസഭാ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. അപ്പോൾ വേറിട്ട രീതിയിലുള്ള ഈ മന്ത്രിസഭാ യോഗങ്ങൾ സംഘടിപ്പിച്ചത് വെറുതെ ഒന്നുമല്ല, പിന്നെന്തിനാ? ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് ആരാ? നമ്മുടെ പർവ്വത രാജ്യമായ നേപ്പാളും ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപും. അപ്പോൾ ആഗോള കാലാവസ്ഥാ വ്യതിയാനം, അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ രണ്ട് രാജ്യങ്ങളും എന്ത് ചെയ്തത്? ഒരാൾ കടലിനടിയിലും ഒരാൾ പർവ്വതത്തിൻ്റെ ചുവട്ടിലും സമ്മേളനങ്ങൾ നടത്തിയത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഹിമാലയത്തിലെ ഹിമാനികൾ എന്ത് ചെയ്യുന്നു? പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നുവെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ആഗോള താപനത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഹിമാലയത്തിലെ ഹിമാനികൾ എന്ത് ചെയ്യുന്നു? പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നു. ആഗോള താപനിലയിലുള്ള വ്യതിയാനം ഹിമാനികൾ ക്രമാതീതമായി ഉരുകുന്നതിനും ആവാസ വ്യവസ്ഥയിൽ അനഭിലഷണീയമായ മാറ്റങ്ങൾക്കും കാരണമാകുന്നു. അപ്പോൾ ഈ ആഗോള താപനത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ചൂട് കൂടുമ്പോൾ ഹിമാനികൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇത് ഉരുകുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ അനഭിലഷണീയമായ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകുന്നു. സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാൻ ഇടവരും. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇത് മാലിദ്വീപ് എന്ന് പറയുന്നത്. ഇത് 2.5 മീറ്റർ ഉയർന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാൻ ഇടവരും. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെൻറ്റിമീറ്റർ ഉയരുന്നുവെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സമുദ്രനിരപ്പ് നമ്മുടെ എന്തിൻ്റെ ഫലമായിട്ടാണ്? സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാൻ ഇടവരും. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെൻറ്റിമീറ്റർ ഉയരുന്നുവെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം എത്ര സെൻറ്റിമീറ്റർ ഉയരുന്നുവെന്നാണ് പറയുന്നത്? 0.42 സെൻറ്റിമീറ്റർ ഉയരുന്നുവെന്നാണ് പറയുന്നത്. ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം.
എന്തെല്ലാം ഘടകങ്ങളിലാണ് മാറ്റം വരുന്നത് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും വർഷണം, ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ. അപ്പോൾ കാലാവസ്ഥാ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അന്തരീക്ഷ താപമുണ്ട്, വായുമർദ്ദമുണ്ട്, വായുമർദ്ദവും കാറ്റുകളും, അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, അന്തരീക്ഷത്തിലെ ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ അളവ്, വിതരണക്രമം, കാലികക്രമം എന്നിവയിലുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ എന്താണ്? അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത ഇവയിലുള്ള ഇവയുടെ അളവ്, അതുപോലെ വിതരണക്രമം, കാലികക്രമം എന്നിവയിലുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആകാം. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നമ്മുടെ ഒരു നിശ്ചിത പ്രദേശത്തെ ബാധിക്കും, അതല്ലെങ്കിൽ ലോകം മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പം നമ്മൾ പറഞ്ഞത് സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാൻ ഇടവരും. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെൻറ്റിമീറ്റർ ഉയരുന്നുവെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം ഘടകങ്ങളിലാണ് മാറ്റം വരുന്നത്? അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ അത് ഏതെല്ലാം ഘടകങ്ങളിൽ മാറ്റം വന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും? അതിലൊന്നാമത്തേതാണ് അന്തരീക്ഷ താപം. പിന്നെ നമ്മൾ പറയുന്നു വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ. അപ്പോൾ കാലാവസ്ഥാ ഘടകങ്ങൾ ഏതൊക്കെ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത എന്നിവ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയുടെ അളവ്, വിതരണക്രമം, കാലികക്രമം എന്നിവയിലുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ കാലാവസ്ഥാ ഘടകങ്ങളായ അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത ഇവയുടെ അളവ്, വിതരണക്രമം, കാലികക്രമം എന്നിവയിലുള്ള മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പൊതുവെ പറയുന്നത്? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആകാം. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു നിശ്ചിത പ്രദേശത്ത്, ഇപ്പോൾ ഉരുൾപൊട്ടൽ ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നത്, അതുപോലെ ഇത് തീയൊക്കെ പടർന്നു പിടിക്കുമല്ലോ, അതൊരു നിശ്ചിത പ്രദേശത്തെ മാത്രം ബാധിക്കുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ഇനി അത് ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആകാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനം. ഭൂമുഖത്തെ കാലാവസ്ഥ എല്ലാ കാലത്തും ഒരുപോലെ ആയിരുന്നില്ല. ഭൗമചരിത്രത്തിൽ കാലാവസ്ഥ ചാക്രികമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഹിമയുഗങ്ങളും ഹിമാന്തര യുഗങ്ങളും ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഹിമയുഗങ്ങളും ഹിമാന്തര യുഗങ്ങളും ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണമാണ്. സ്വാഭാവിക കാലാവസ്ഥാ മാറ്റങ്ങളോടൊപ്പം മനുഷ്യ ഇടപെടലുകളും ലോക കാലാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവിക കാലാവസ്ഥയോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യരുടെ ഇടപെടലുകളും എന്തിന് കാരണമാകാറുണ്ട്? ലോക കാലാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതിനാൽ കാലാവസ്ഥാ മാറ്റത്തെ സ്വാഭാവികം, മനുഷ്യജന്യം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെയാണ്, കാലാവസ്ഥാ മാറ്റത്തെ എന്തൊക്കെയായിട്ട്? സ്വാഭാവികം, അത് താനേ സംഭവിക്കുന്നത്, പ്രകൃതിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്നത്, അഥവാ സ്വാഭാവികം, മനുഷ്യജന്യം എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ കാലാവസ്ഥാ മാറ്റത്തെ തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ചില പ്രവർത്തനങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇനി അതിനെ കൂടുതൽ കണ്ടെത്തി അവയെ സ്വാഭാവിക കാരണങ്ങൾ, മനുഷ്യജന്യ കാരണങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാം വനനശീകരണം സ്വാഭാവികമല്ല, മനുഷ്യരുണ്ടാക്കുന്നതുമുണ്ട്. എന്നാൽ സ്വാഭാവികമായിട്ട് ഈ തീയളൊക്കെ ആളിപ്പടരുന്നത് മൂലം വനനശീകരണം ഉണ്ടാകാം. അപ്പോൾ ഇനി എണ്ണ ഖനനം ആരാ? മനുഷ്യനുണ്ടാക്കുന്നതാണല്ലേ, മനുഷ്യജന്യമാണ്. വ്യവസായവൽക്കരണം മനുഷ്യജന്യമാണ്.
മനുഷ്യജന്യമാണ്. അഗ്നിപർവ്വത സ്ഫോടനം അതെങ്ങനെയാണ്? മനുഷ്യജന്യവും ആകാം, ഒപ്പം പ്രകൃതി സ്വാഭാവിക കാരണങ്ങളാലും ആകാം. കാരണം മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവാം, അതുപോലെ സ്വാഭാവിക കാരണങ്ങൾ കൊണ്ടും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകാം. സമുദ്രജലപ്രവാഹങ്ങളും എന്താണ്? സ്വാഭാവിക കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ നമുക്ക് പറയാം കുന്നിടിക്കൽ, അങ്ങനെ വയൽ നികത്തൽ, ഇതൊക്കെ എന്താണ്? മനുഷ്യജന്യ കാരണങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഭൗമ പ്രവർത്തനങ്ങളുടെ ഫലമായുള്ള സ്വാഭാവിക കാലാവസ്ഥാ മാറ്റം മനുഷ്യ പ്രയത്നത്താൽ നിയന്ത്രിക്കുക സാധ്യമല്ല. അപ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല, മനുഷ്യ പ്രയത്നത്താൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ ഭയങ്കരമായ മഴ, ഉരുൾപൊട്ടൽ, ഇതൊന്നും ആർക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല, മനുഷ്യർക്ക് നിയന്ത്രിക്കുക സാധ്യമല്ല. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിൽ പ്രകൃതിയെയും മനുഷ്യ ജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യ ജീവിതത്തെയും പ്രകൃതിയെയും എന്ത് ചെയ്യുന്നു? ഈ കാലാവസ്ഥാ വ്യതിയാനം പലതരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യ ഇടപെടലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകണമെങ്കിൽ വയലെല്ലാം നികത്തി ആളുകൾ വീട് വച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളം എവിടെ താരും? അപ്പോൾ അതൊക്കെ കാരണം നമ്മുടെ മനുഷ്യ ഇടപെടലുകളാണ് ഒട്ടുമുക്കാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും തോത് വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം കൂമ്പാരമാക്കിയിട്ട് ഇങ്ങനെ കത്തിക്കുന്നു. ഫാക്ടറികളിലെ പുകകളൊക്കെ ഇങ്ങനെ ഉയർന്ന് ഫാക്ടറികളുടെ അമിതമായ പ്രവർത്തനം അതുകൊണ്ട് ഈ പുകയൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക്, അന്തരീക്ഷത്തേക്ക് പോയിട്ട് അവിടെ വായുമലിനീകരണം ഉണ്ടാകുന്നു, അവിടെ ആഗോളതാപനം ഉണ്ടാകുന്നു. ഇതൊക്കെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്നതാണ്. കാലാവസ്ഥാ മാറ്റം ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല, ആഗോളതലത്തിൽ ബഹുമുഖ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് കാലാവസ്ഥാ മാറ്റമെന്ന് പറയുന്നത്. ഇനി കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് കുട്ടികൾക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ അത്. ഇനി ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകളിലെ വിവരങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇവ അടിസ്ഥാനമാക്കി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളികളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്ന് നമ്മുടെ അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടിലെ വിവരങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതിലൊരു 4-5 പഠന റിപ്പോർട്ടുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ശരാശരി സമുദ്രനിരപ്പ് പ്രതിവർഷം 10 മുതൽ 20 മില്ലിമീറ്റർ വരെ ഉയരുന്നു. അപ്പോൾ നമ്മുടെ പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ശരാശരി സമുദ്രനിരപ്പ് പ്രതിവർഷം 10 മുതൽ 20 മില്ലിമീറ്റർ വരെ എന്ത് ചെയ്യുന്നു? ഉയരുന്നു. അത് ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് നമ്മൾ നേരിടുന്ന വെല്ലുവിളിയാണ്. ഇത് ആരുടെ കണക്കനുസരിച്ചാണ്? IPCC സീ ലെവൽ റൈസ് റിപ്പോർട്ട് 2023. സീ ലെവൽ റൈസ് റിപ്പോർട്ട് 2023 IPCC കണ്ടെത്തിയതാണ് കേട്ടോ. അത് അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മുടെ ശരാശരി സമുദ്രനിരപ്പ് പ്രതിവർഷം 10 മുതൽ 20 മില്ലിമീറ്റർ വരെ ഉയരുന്നുണ്ട്. 1978 7.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ടായിരുന്ന ധ്രുവ ഹിമാനി 2019 3.74 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. അപ്പോൾ 1978 അതുപോലെ 78 7.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ധ്രുവ ഹിമാനിക്കുണ്ടായിരുന്നത്. അത് 2019 നോക്കുമ്പോൾ എത്രയാണുള്ളത്? 3.74 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. അപ്പോൾ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇത് ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ്? നാസ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് 2020 2020 നാസ ഗ്ലോബൽ ചേഞ്ച് റിപ്പോർട്ട്, ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് പ്രകാരം കണ്ടെത്തിയതാണ്. നമ്മുടെ ധ്രുവ ഹിമാനി എന്ത് ചെയ്യുന്നു? 2019 ആയപ്പോഴേക്കും 3.74 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 135 ദശലക്ഷത്തോളം ജനങ്ങൾ മരുഭൂമിവൽക്കരണ ഭീഷണി നേരിടുന്നു. അപ്പം മരുഭൂമിവൽക്കരണ ഭീഷണി നേരിടുന്നത് എത്രയാ? 135 ദശലക്ഷത്തോളം ജനങ്ങളാണ്. UN കൺവെൻഷൻ ടു നമ്മുടെ കോമ്പാറ്റ്
ഡെസർട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് കേട്ടോ. UN റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മുടെ 135 ദശലക്ഷത്തോളം ജനങ്ങൾ എന്ത് ചെയ്യുന്നു, മരുഭൂമിവൽക്കരണ ഭീഷണി നേരിടുന്നു. 1850 1900 കാലഘട്ടത്തെ അപേക്ഷിച്ച് 2011-2020 കാലഘട്ടത്തിൽ ആഗോള താപനില 1.1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധനവ് രേഖപ്പെടുത്തി. അപ്പം നമ്മുടെ 1850 1900 കാലഘട്ടത്തെ അപേക്ഷിച്ച് നമ്മൾ 2011-2020 കാലഘട്ടത്തിൽ ആഗോള താപനില എങ്ങനെയാ 1.1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആഗോള താപം എന്താണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. IPCC ക്ലൈമറ്റ് ചേഞ്ച് 2023 റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. IPCC ക്ലൈമറ്റ് ചേഞ്ച് 2023 റിപ്പോർട്ടാണ്. ഇനി ഏതാനും മാസങ്ങൾ കൊണ്ട് പെയ്തിരുന്ന മൺസൂൺ മഴ ഏതാനും ദിവസങ്ങളിലെ അതിതീവ്ര മഴയായി പരിണമിച്ചുവെന്ന് 1985-2019 കാലയളവിൽ നടത്തിയ പഠനം വെളിവാക്കുന്നു. അപ്പോൾ 1985 മുതൽ 2019 വരെ ചില പഠനങ്ങളൊക്കെ നടത്തി ആരാ, IPCC 6th അസസ്മെൻ്റ് റിപ്പോർട്ട്. ഈ 6th അസസ്മെൻ്റ് റിപ്പോർട്ട് പ്രകാരം 1985 മുതൽ 2019 വരെ പരിശോധന നടത്തിയതിൽ നമ്മുടെ മൺസൂൺ മഴ എന്ത് ചെയ്യുന്നു, മൺസൂൺ മഴ എന്ന് പറയുമ്പം ഏതാനും മാസങ്ങളോളം പെയ്യുന്നതാണ് മൺസൂൺ മഴ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൺസൂൺ മഴ ചില ദിവസങ്ങളിൽ മാത്രം, അതായത് ഏതാനും ദിവസങ്ങളിൽ അതിതീവ്ര മഴയായിട്ട് എന്ത് ചെയ്യുന്നു, പരിണമിച്ചു എന്നാണ് നമ്മുടെ IPCC 6th അസസ്മെൻ്റ് റിപ്പോർട്ട് നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നത്. ഇനി നമ്മൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, ഹരിതഗ്രഹ പ്രഭാവവും ആഗോളതാപനവും. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ ആ വാതകങ്ങൾ ഏതൊക്കെയാണ്, സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതുപോലെ അന്തരീക്ഷത്തിൽ ഈ സൂര്യതാപത്തെ തടഞ്ഞു നിർത്തുന്നത്. ഇത്തരം വാതകങ്ങളെയാണ് നമ്മൾ ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹരിതഗൃഹ വാതകങ്ങളെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹരിതഗൃഹവാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമവികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് മുതലായ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമവികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് എന്ത് ചെയ്യുന്നു, നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹരിതഗൃഹവാതകങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഈ പ്രക്രിയ, ഈ ഹരിതഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് വിടുന്നു, പിന്നെ ഭൂമിയിൽ നിന്നുള്ള ഭൗമവികിരണത്തെ എവിടെയാണ് തടഞ്ഞു നിർത്തിയിട്ട് അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നു. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹരിതഗൃഹപ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗൃഹവാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. അപ്പം മനുഷ്യരുടെ പ്രവൃത്തികളാണ് എന്തിന് കാരണമാകുന്നത്, ഈ ഹരിതഗൃഹവാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നത്. ഇതുമൂലം അന്തരീക്ഷത്തിൻ്റെ ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഹരിതഗൃഹവാതകങ്ങളുടെ അമിതമായ ഈ ഉൽപാദനം എന്ത് ചെയ്യുന്നു, അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്നാണ് പറയുന്നത്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഖരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ അധികമായിട്ട് എത്തുന്നത് ഈ നമ്മൾ പറഞ്ഞ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായിട്ട് എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാല
വ്യർത്ഥശാലകളിൽ നിന്നും അതുപോലെ ഖരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ ഇവിടെ അധികമായിട്ട് എത്തുന്നത്, അന്തരീക്ഷത്തിൽ അധികമായിട്ട് എത്തുന്നത്. ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു. അപ്പോൾ ആഗോളതാപനം എന്തിന് കാരണമാകുന്നു? നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു. ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളിലും അവയിലെ തനതായ കാലാവസ്ഥാ സവിശേഷതകളിലും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായ മാറ്റങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാണ്? ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളുണ്ട്, നമുക്കറിയാം, നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം നമ്മൾ പറയുന്നുണ്ട് കാലാവസ്ഥാ മേഖലകളൊക്കെ. അപ്പോൾ അവയിലെ തനതായ കാലാവസ്ഥാ സവിശേഷതകളിലും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇത് തുടർന്ന് കൊണ്ടേയിരുന്നാൽ, അതായത് ഈ ആഗോളതാപനം എന്ത് ചെയ്യുന്നു? തുടർന്ന് കൊണ്ടേയിരുന്നാൽ കാലാവസ്ഥാ മേഖലകൾ അസ്ഥിരപ്പെടുകയും പാരിസ്ഥിതിക സന്തുലനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ഈ താപനം തുടർന്നു കൊണ്ടിരുന്നാൽ എന്താണ്? നമ്മുടെ കാലാവസ്ഥാ മേഖലകളെ അത് അസ്ഥിരപ്പെടുത്തും. അതുപോലെ തന്നെ പാരിസ്ഥിതിക സന്തുലനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗോളതാപനത്തെ എന്ത് ചെയ്യുക? സൃഷ്ടിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നഗരവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്? വ്യവസായവൽക്കരണം, വ്യവസായശാലകളുടെ പ്രവർത്തനം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നമ്മുടെ ഭൂമിയിലെ നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ആ ഒരു ഘടകം. അതുപോലെ നഗരവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എന്തിന് കാരണമാകുന്നത്? കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടെ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ആഗോളതാപനം എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യവസായവൽക്കരണം, ഭൂവിനിയോഗങ്ങൾ, നഗരവൽക്കരണം ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത്തരം പ്രവർത്തനങ്ങൾ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയതോടെ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെയുള്ള ചില അന്താരാഷ്ട്ര ശ്രമങ്ങളുണ്ട്. അത് നമുക്കിവിടെ കോളത്തിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ ഏതൊക്കെ, അതിൻ്റെ വർഷം, അതിൻ്റെ സമ്മേളിച്ച സ്ഥലം, അവയുടെ ഇടപെടലുകൾ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ഉദ്യമങ്ങളിൽ ഒന്നാമത്തേതാണ് ലോക കാലാവസ്ഥാ സംഘടന. ഇത് നിലവിൽ വന്നത് 1950-ലാണ്. അപ്പോൾ ലോക കാലാവസ്ഥാ സംഘടന നിലവിൽ വന്ന വർഷം ചോദിക്കാം. 1950 നിലവിൽ വന്നു. എവിടെയാണിത് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ജനീവയിലാണ്. അപ്പോൾ ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ജനീവയാണ്. ഇത് നിലവിൽ വന്ന വർഷം 1950. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്? ഇതിൻ്റെ ഇടപെടൽ എന്താണ്? കാലാവസ്ഥാ സമ്മേളനങ്ങൾ. അപ്പോൾ കാലാവസ്ഥാ സമ്മേളനങ്ങൾ നടത്തുന്നതിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ലോക കാലാവസ്ഥാ സംഘടന. 1950 ജനീവയിൽ രൂപം കൊണ്ടു. ഇനി രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് സ്റ്റോക്ക്ഹോം സമ്മേളനം. സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 സ്റ്റോക്ക്ഹോമിലാണ് നിലവിൽ വരുന്നത്. അപ്പോൾ സ്റ്റോക്ക്ഹോം സമ്മേളനം എന്ന് കേട്ടാൽ തന്നെ അതിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണെന്ന് ഓർക്കുക. സ്റ്റോക്ക്ഹോമിൽ തന്നെയാണ്. 1972 നിലവിൽ വരുന്നത്. പരിസ്ഥിതി പരിപാലനവും വികസനവുമാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? പരിസ്ഥിതി പരിപാലനവും വികസനവുമാണ് സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടപെടൽ എന്ന് പറയുന്നത്. ഇനി ഭൗമ ഉച്ചകോടി നിലവിൽ വരുന്നത് 1992 റിയോ ഡി ജനീറോയിലാണ്. അപ്പോൾ ഭൗമ ഉച്ചകോടി നിലവിൽ വന്നത് എന്നാണ്? 1992 റിയോ ഡി ജനീറോയിലാണ്. ഇതിൻ്റെ ഇടപെടൽ എന്താണ്? പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കിയത് ഈ ഒരു നമ്മുടെ ഏതിലാണ്? ഭൗമ ഉച്ചകോടിയിലാണ്. അപ്പോൾ ഭൗമ ഉച്ചകോടി നിലവിൽ വന്നത് ഓർത്തു വയ്ക്കുക. 1992 റിയോ ഡി ജനീറോയാണ് ഇതിൻ്റെ ആസ്ഥാനം. പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? UN അജണ്ട 21 തയ്യാറാക്കി. അടുത്ത
ക്യോട്ടോ പ്രോട്ടോക്കോള് 1997 ക്യോട്ടോയിലാണ്, ജപ്പാനിലെ ക്യോട്ടോയിലാണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത് 1997. ഇനി ഇതിൻ്റെ ഇടപെടൽ എന്താണ്? അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. അപ്പോൾ അളവ് എന്ത് ചെയ്യുക? അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് ഒരു കോട്ട പോലെ നമ്മൾ തടഞ്ഞു നിർത്തുന്നു, പരിമിതപ്പെടുത്തുന്നു. അതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഇത് നിലവിൽ വരുന്നതെന്നാണ് 1997 ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത്. ഇനി മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഉണ്ട്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ 1987 നിലവിൽ വരുന്നത്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിന് 10 വർഷം മുമ്പ് നിലവിൽ വന്നതാണ് ഏത്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്? മോൺട്രിയൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇടപെടൽ എന്താണെന്ന് നോക്കാം. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. അപ്പോൾ ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന സംഘടനയാണ് ഏത്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 1987. ഇനി നമ്മൾ പറയുന്നത് പാരീസ് ഉടമ്പടിയാണ്. നോക്കാം, 2015 പാരീസിൽ ആണ് ഇതിൽ നിലവിൽ വന്നത്. 2015 പാരീസിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി 2015. എന്താണ് ഇതിൻ്റെ ഇടപെടൽ? ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക. ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. അപ്പോൾ ലോകരാഷ്ട്രങ്ങളെ എന്ത് ചെയ്യുക? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കാലാവസ്ഥ സംരക്ഷിക്കുന്ന, അതായത് അന്തരീക്ഷ താപനില സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ഉദ്യമങ്ങളും അത് നിലവിൽ വന്ന വർഷവും അതിൻ്റെ ആസ്ഥാനവും അതിൻ്റെ ഇടപെടലുകളുമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്കിവിടെ ഒരു കോളത്തിൽ ഒരു ഇത് തന്നിട്ടുണ്ട്. കാലാവസ്ഥ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നോക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന വരൾച്ച, പ്രളയം, മരുഭൂവൽക്കരണം, സമുദ്രനിരപ്പ് ഉയരൽ, കടലേറ്റം തുടങ്ങിയ ദുരന്തങ്ങളുടെ ആഘാതത്താൽ അനേകം ആളുകൾ നിർബന്ധപൂർവം കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവർ മറ്റ് പ്രദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇത്തരം കുടിയേറ്റമാണ് കാലാവസ്ഥാ കുടിയേറ്റം എന്ന് പറയുന്നത്. ഏകദേശം 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥാ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് UN കണക്കുകൾ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥാ സംബന്ധമായ പ്രതിഭാസങ്ങൾ മൂലം തങ്ങളുടെ വാസസ്ഥലവും ജീവനോപാധികളും ഉപേക്ഷിക്കേണ്ടി വരുന്നവരാണ് കാലാവസ്ഥാ അഭയാർത്ഥികൾ. അപ്പം ആരാണ് കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന് മനസ്സിലായല്ലോ. കാലാവസ്ഥ സംബന്ധമായ പ്രതിഭാസങ്ങൾ മൂലം എന്ത് ചെയ്യുന്നു? തങ്ങളുടെ വീടും കുടുംബവും ജീവനോപാധികളും വാസസ്ഥലവും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ UN കണക്കനുസരിച്ച് ഏകദേശം 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥാ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് UN കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇവരെ ഒന്നുകിൽ മരുഭൂവൽക്കരണം, അല്ലെങ്കിൽ വരൾച്ച, അതല്ലെങ്കിൽ പ്രളയം, അല്ലെങ്കിൽ സമുദ്രനിരപ്പ് ഉയരൽ, അതല്ലെങ്കിൽ കടലേറ്റം തുടങ്ങിയ ദുരന്തങ്ങളുടെ ആഘാതത്താൽ അനേകം ആളുകൾ എന്ത് ചെയ്യുന്നു? നിർബന്ധപൂർവം കുടിയൊഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ മറ്റ് പ്രദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നോക്കുന്നത് കാലാവസ്ഥാ മാറ്റം പൂർണ്ണമായി തടയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ കാലാവസ്ഥാ മാറ്റം നമുക്ക് പൂർണ്ണമായി തടയാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ കാലാവസ്ഥാ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന മനുഷ്യ ഇടപെടലുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ എന്ത് ചെയ്യാൻ സാധിക്കും? നിയന്ത്രിക്കാൻ സാധിക്കും. സുസ്ഥിര വിഭവ വിനിയോഗം സാധ്യമാക്കിക്കൊണ്ട് വ്യവസായ വികസന പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും?
ഇത് കുട്ടിയെ ചർച്ച ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ചർച്ചാ സൂചകങ്ങൾ നൽകിയിട്ടുണ്ട്. ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കല്, വനങ്ങൾ സംരക്ഷിക്കല്, സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തല്, കാറ്റ്, സൗരോർജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ്ജോപയോഗം പ്രോത്സാഹിപ്പിക്കൽ, അനുദിനം വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം സാധ്യമാക്കുന്നവരാണ്. കാലാവസ്ഥയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പോലും വലിയ രീതിയിൽ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രദേശത്തെയോ രാജ്യത്തെയോ മാത്രമായി ബാധിക്കുന്ന പ്രശ്നമല്ല എന്നതിനാൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം യോജിച്ച് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. ഇത് ആരുടെ വാക്കാണ്? ദ ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു അവർ പ്ലാനറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് someone else will save it. ഇത് റോബർട്ട് സ്വാന്റെ വാക്കുകളാണ്. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. ജോഗ്രഫിയിലെ 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ന്യൂ സിലബസ് പ്രകാരമുള്ള 10ാം ക്ലാസ്സിലെ ജോഗ്രഫി പാർട്ടിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്ററാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം എല്ലാവർക്കും വിട പറയുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.